ഞാൻ ഇനിയും പറയും, അവള് പിഴയാ, ഒന്നാം തരം പിഴ. പെട്രോൾ അടിച്ചു കൊടുക്കുന്നതാ ജോലിയെങ്കിൽ അത് ചെയ്യണം. പ്രായം മറന്നിട്ട് ഇത്തിരി പോണ പയ്യന്മാരോടുള്ള അവളുടെ കൊഞ്ചിക്കുഴയിലൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് എൻ്റെ കർത്താവേ. നമ്മളെ ഒന്നും അടുപ്പിക്കില്ലല്ലോ. നാഴിയരിക്ക് വകയില്ലാത്ത ഭൂലോക സുന്ദരി. ഒരു ദിവസം ഈ പമ്പ് നിന്ന് കത്തും. തീ കയറിയിട്ടല്ല, ആ പിഴയുടെ കഥകളുടെ കെട്ട് ഈ ജോസഫ് അഴിച്ചു വിടുന്ന ദിവസം. അതുവരെ ചേച്ചിയെന്ന് നീട്ടി വിളിച്ച് പുറകെ മണപ്പിച്ച് നടക്കുന്ന അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കയ്യിലിരുന്ന പരിപ്പുവട കടിച്ചെടുത്ത് അയാൾ പറഞ്ഞു നിർത്തി. കയ്യിലെ ഗ്ലാസ്സിലെ ബാക്കിയിരുന്ന ചായ കൂടി അണ്ണാക്കിലേക്ക് ഒഴിച്ചു. ചായക്കടയിൽ ഇരുന്നവരെ നോക്കി ഒരു അവിഞ്ഞ ചിരിയും പാസാക്കി ചായക്കാശ് ഡെസ്കിൽ വെച്ചിട്ട് അയാൾ പമ്പിലേക്ക് തന്നെ തിരിച്ചുപോയി. ഞാൻ പോയി വരാൻ വൈകിയാലോ ലതികെ? ബുദ്ധിമുട്ടായോ നിനക്ക്? ഹേയ്. നനുത്ത ഒരു ചിരിയിൽ അവൾ മറുപടി അവസാനിപ്പിച്ചു. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കും, അതാ അയാളുടെ രീതി. ആ പാവം സ്ത്രീയെപ്പറ്റി ദുഷിച്ചു പറഞ്ഞ അതേ വാഗുണ്ട് അവരെ നോക്കി ഇളിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ? നാണം കെട്ടവൻ. ഏതോ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതാ അവർ. പ്രായമായ ഒരു സ്ത്രീയും വയ്യാത്തൊരു മോളുകൊച്ചും അതിനെ നോക്കാൻ ഇറങ്ങി തിരിച്ചതാ. അത് ഒന്ന് നടു നിവർത്താനുള്ള നേരം പോലും അതിന് കിട്ടാറില്ല. അവനെപ്പോലുള്ളവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടിവെടുത്ത പാൽപ്പായസം എങ്ങനെ വരാനാ? ചായക്കടക്കാരൻ പറഞ്ഞു നിർത്തിയതും അവിടെ ഇരുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ലതികയോടുള്ള പലരുടെയും സമീപനങ്ങൾ തന്നെ മാറുന്ന തരത്തിലുള്ള പല കാഴ്ചകളും ആ പമ്പിൽ പലരും കാണാൻ തുടങ്ങിയതോടെ ജോസഫിന്റെ പക്ഷം ചേരാൻ പലരും തയ്യാറായി. പമ്പിൽ സ്ഥിരമായി വരുന്ന ചെറുപ്പക്കാരുടെ ഒരു ഗ്യാങ് അവരിലേക്ക് ദിവസം തോറും അടുക്കുന്നതായിരുന്നു അവരുടെ സംശയത്തിനുള്ള ശക്തമായ കാരണം. ഒരിക്കൽ അവരിൽ ചിലർക്കൊപ്പം ചേർന്ന് നിന്നവൾ ഇടയ്ക്ക് ഫോട്ടോ എടുത്തിരുന്നു. മറ്റൊരിക്കൽ ആൾക്കൂട്ടത്തിലെ ഒരു പയ്യന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുന്നത് കണ്ടു. ഇടയ്ക്ക് ഈ പയ്യന്മാരെല്ലാം ചേർന്ന് കൈക്ക് പിടിച്ച് വലിച്ചവളെ ചായക്കടയുടെ ഡെസ്കിൽ കൊണ്ടിരുത്തി മാറി മാറി വായിൽ ഓരോന്ന് മുറിച്ചു വെച്ച് അതൂടെ ആയപ്പോൾ അതുവരെ അവൾക്കു വേണ്ടി വാദിച്ച ചായക്കടക്കാരനും പ്ലേറ്റ് മാറി ജോസഫിന്റെ കൂടെ ചേർന്നു. അങ്ങനെ കൊച്ചു പയ്യന്മാരെ കറക്കിയെടുക്കുന്ന ലതിക എന്നവൾക്ക് അവൾ അറിയാതെ ഒരു പേരും വീണു. പിന്നീട് ഒരിക്കൽ അവരിലൊരുത്തൻ അവൾക്കൊരു കവറിൽ എന്തൊക്കെയോ കൊണ്ടു കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ജോസഫ് വന്നത്. അല്ല ലതികെ, കൊടുക്കലും വാങ്ങലും പതിവായ സ്ഥിതിക്ക് കമ്മിറ്റിക്കാരുടെ എണ്ണം കൂട്ടുന്നുണ്ടെങ്കിൽ പറയണേ. ഇതൊരു ജനാധിപത്യ രാജ്യമാ, ഇവിടെ വേർതിരിവ് പാടില്ലെന്നാ എൻ്റെ അഭിപ്രായം. പ്രായപരിധിയൊക്കെ പതിയെ മാറി വരണം കേട്ടോ. ഡാ കൊച്ചനെ, നിന്റെ തള്ളയുടെ പ്രായം ഉണ്ടാവില്ലേടാ അവൾക്ക്. ഇവനൊക്കെ കമ്പിൽ തുണി ചുറ്റിയാലും മതി. കലികാലം, നിന്റെയൊക്കെ യോഗം. ബാക്കിയുള്ളവനൊക്കെ വെള്ളമിറക്കി നടക്കാനാ വിധി. പറഞ്ഞു തീർന്നതും ജോസഫിന്റെ വെപ്പുപല്ല് റോഡിലെ കുഴിയിൽ പോയി കിടന്ന് ഇളിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അവൾ ആ പയ്യന്റെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട മോനെ, അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. പമ്പിലാകെ ആൾക്കൂട്ടമായി. മോൻ വേഗം പൊക്കോ, ഞാൻ ഇവനു വേണ്ടി മാപ്പ് ചോദിക്കാം. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ദേഷ്യത്തിന് അവൻ ചെയ്തു പോയതാ. ജോസഫേട്ടാ, ക്ഷമിക്കണം. അമ്മ ആരെയാ ഭയപ്പെടണേ? ഞാൻ നിങ്ങളുടെ മോനാണെന്ന് പറയാൻ മടിയായിപ്പോളും. അതുവരെ അടക്കി വെച്ച നൊമ്പരമെല്ലാം പൊട്ടി വീണതുപോലെ അവൾ ഉറക്കി മോനെ എന്നാണ് നിലവിളിച്ചത്. മുമ്പൊരിക്കലും അവളെ ആരും കണ്ടിട്ടേയില്ലായിരുന്നു. എന്നാ എല്ലാവരും കേട്ടോ, ഇനി ഈ ദുഷിച്ച വാക്ക് ഒരുത്തനും പറയാതിരിക്കാൻ വേണ്ടി മാത്രം പറയുക. മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ഒരു കഥ എനിക്കുമുണ്ട്. പറയിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ, ആ കഥയിൽ എനിക്കൊരു മോനുണ്ടായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവൻ്റെ അച്ഛനും. അന്നൊരു വെള്ളിയാഴ്ച ദിവസം 1ഉം 2ഉം പറഞ്ഞ് എന്നോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ എൻ്റെ കുട്ടി. വളവിനേതോ തടിലോറി അവനെ കാത്തുകിടന്നത് അവൻ അറിഞ്ഞില്ല. ചോരയിൽ കുളിച്ച എൻ്റെ കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 1 ഇഞ്ച് പോലും ആവതില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ആശുപത്രിയുടെ ഭിത്തിയിൽ തലയറഞ്ഞ് കരഞ്ഞു ഞാൻ. പിന്നെ എൻ്റെ മകൻ്റെ പ്രായമായ ഒരു കുഞ്ഞിന് വേണ്ടി കണ്ണ് മാറ്റി വെച്ചോട്ടെ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അവൻ്റെ അടഞ്ഞ കണ്ണുകൾ തുറക്കാൻ പോകുന്നു എന്ന പോലൊരു തോന്നൽ ഒരു കൊള്ളിയാൻ പോലെ എൻ്റെ ശരീരത്തിലൂടെ പാഞ്ഞു പോയിരുന്നു. ആ മോനും ഇതേപോലെന്തോ അപകടമായിരുന്നെന്നോ മറ്റോ പറഞ്ഞു കേട്ടു. കണ്ണിൻ്റെ കെട്ടഴിച്ചപ്പോൾ ഓടിപ്പോയി അവനെ കണ്ടു. കൊതി തീരാഞ്ഞിട്ട് പിന്നെയും അവൻ ആ ഹോസ്പിറ്റലിൽ വിടുന്നത് വരെ ഒളിച്ചും പാത്തും ജനലിനും മറഞ്ഞും ഒളിഞ്ഞും ഞാൻ ആ കണ്ണിലേക്ക് നോക്കി നിന്നു. എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാരും മറക്കരുത്. ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞവനെ ലേബർ റൂമിനുള്ളിൽ വെച്ച് എനിക്ക് നീട്ടിയപ്പോൾ ഉള്ള ആ കുഞ്ഞി കണ്ണിൻ്റെ തിളക്കം മണ്ണ് മൂടിയിട്ടെന്ന് മനസ്സ് പറഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ആ ചിന്ത ആ മോനിലേക്ക് എന്നെ സദാ അടുപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും കൂട്ടായ ഒരാളുണ്ടായിരുന്നത് വല്ലാത്തൊരു ബലമായിരുന്നു. പക്ഷെ അധികം വൈകാതെ എന്നെയും മോളെയും ഒരു വയ്യാത്ത അമ്മയെയും തനിച്ചാക്കി അദ്ദേഹവും
മോൻ്റെ പിറകെ പറന്നകന്നു. പിന്നെയും ആ ചിന്ത ആ മോനെപ്പറ്റി മാത്രമായിരുന്നു. എന്നും അവനെ കാണാം മുടങ്ങാതെ. അവൻ എൻ്റെ കുഞ്ഞല്ലേ, പക്ഷെ അവനത് ശല്യമായിക്കൂടാ. പിന്നെ തൻ്റെ ഒപ്പം ഉള്ളവരുടെ വയറ് നിറയ്ക്കണം. അതിനുള്ള മാർഗം അവനുള്ള നാട്ടിലേക്കുള്ള ചേക്കേറൽ മാത്രമായിരുന്നു. കൊച്ചു പയ്യനല്ലേ, അപ്പോൾ വണ്ടി ഓടിക്കും, അപ്പോൾ പെട്രോൾ അടിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 തവണ അവൻ വന്നെന്നും ഇരിക്കും. അതുമല്ലെങ്കിൽ ഒന്നിടവിട്ടെങ്കിലും കാണാം. അങ്ങനെ വന്നു ചേർന്നതാ ഇവിടെ, ആർക്കും സംശയം തോന്നാത്ത. എനിക്ക് അവനെ കൂടെ കൂടെ കാണാനുള്ള ഒരിടം എന്നെപ്പോലൊരു സാധാരണക്കാരിക്ക് ഇവിടെ മാത്രമായിരുന്നു. അത്രയൊക്കെ ചിന്തിക്കാനേ എനിക്ക് അറിയുള്ളായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ആ കുഞ്ഞിനെ പലപ്പോഴായി ഇവിടെ വെച്ച് കണ്ടപ്പോൾ സ്വർഗത്തിലെത്തിയ തോന്നലായിരുന്നു എനിക്ക്. എന്നാലും അറിഞ്ഞുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഓർത്ത് ഒഴിഞ്ഞു മാറി. പക്ഷെ ആ കണ്ണുകളിൽ ആദ്യമായി പതിഞ്ഞ മുഖം ആ മോൻ തിരിച്ചറിഞ്ഞു. അവൻ എന്നോട് ഒരുപാട് സംസാരിച്ചു. അവൻ്റെ കൂട്ടുകാരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പിറന്നാളിന് എല്ലാവരും ചേർന്ന് എനിക്ക് മാറി മാറി പലഹാരങ്ങൾ വാരി വാരി തന്നു. ദൈവം അത്ര വലിയ ചതിയനല്ലെന്ന് പഠിപ്പിച്ചു തുടങ്ങുമായിരുന്നു ഞാൻ. സ്വപ്നം പോലും കാണാത്തൊരു ജീവിതമാണെന്ന് എനിക്കുള്ളത്. ഒരു വിളിപ്പാടകലെ ഒന്നിൻ്റെ സ്ഥാനത്ത് 9 ആൺമക്കൾ. ഇനി ആർക്കും എന്നെ ഉറക്ക വിളിക്കാം പിഴയെന്ന്. എന്നിട്ടവൾ കൂടി നിന്നവരെ നോക്കി കൈകൂപ്പി കരഞ്ഞുപോയി. അമ്മ വാ എന്ന് പറഞ്ഞിട്ടവൻ അവരെ ചേർത്ത് പിടിച്ചു. ഇന്നിനി ഇവിടെ നിൽക്കണ്ട, അത് ശരിയാവില്ല, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ആൾക്കൂട്ടം ജോസഫിനെ ഉച്ചത്തിൽ തെറിവാക്കെറിഞ്ഞുകൊണ്ടിരുന്നു. ഉച്ചവെയിലിൽ ആ സ്ത്രീയെ ചേർത്ത് പിടിച്ചവൻ നടന്നു. ഇടയ്ക്കെപ്പോഴും അനുവാദം ചോദിക്കാതെ അവരുടെ സാരി തലപ്പുകൊണ്ടവൻ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് വെയിലേൽക്കാതിരിക്കാൻ ആ അമ്മയുടെ തലയിലേക്ക് സാരിത്തുമ്പ് വലിച്ചിട്ടു. ഒരു ഭാഗം അവനിലേക്കും. ബൈക്കിൽ കയറിയപ്പോൾ അല്പം ബലമായി അവരുടെ കൈകൾ പിടിച്ചവൻ തോളിൽ വെപ്പിച്ചു. ഇനി ഒരിക്കലും മകൻ മരിച്ചെന്ന് പറഞ്ഞേക്കരുത്, ഇതുപോലെ കരഞ്ഞേക്കരുത്, അത് രണ്ടും ഞാൻ സഹിക്കില്ല. അവരുടെ ശബ്ദം നിലച്ചു പോയിരുന്നു. ഒരേങ്ങലടിയോടെ അവർ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. ഒളിച്ചു കളിക്കാൻ പോയ കുഞ്ഞു വരാൻ വൈകിയാൽ മരണവേദന അനുഭവിക്കുന്ന അമ്മമാരുണ്ട് ഈ ലോകത്ത്. ഒരിക്കലും വരാത്ത പോലെ അമ്മമാരുടെ കണ്ണു വെട്ടിച്ച് എങ്ങോ ഓടിമറഞ്ഞ കുഞ്ഞുങ്ങളും. ആ വേദന ഇനി ആർക്കും ഉണ്ടാവാതെയിരിക്കും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.